ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിലെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പല സെഷൻസിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് സംവദിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മളുള്ളത് വളരെ പ്രശസ്തമായിട്ടുള്ള ചങ്ങമ്പള്ളി ആയുർവേദ ആയുർവേദ തറവാട് എന്നൊക്കെ പറയാൻ പറ്റും. അവിടെയാണ് നമ്മളുള്ളത്. കേരളത്തിൽ ആയുർവേദത്തിൽ ഓങ്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന, അത് മാത്രമല്ല വേറെ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫിർദൗസ ഇക്ബാൽ മാമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ജന്നത്തുൽ എന്നാണ് ഫുൾ നെയിം? ജന്നത്തുൽ ഫിർദൗസ് എന്നാണ് മാഡത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. അപ്പോൾ മനുഷ്യൻ ഇവിടെ ഭൂമിയിൽ നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഭൗതികവും അതുപോലെ തന്നെ അല്ലെങ്കിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള തലങ്ങൾ നമുക്ക് സ്പർശിച്ച് പോകേണ്ടതുണ്ട്. അപ്പോൾ എപ്രകാരത്തിലാണ് പാരമ്പര്യ വിധാനങ്ങളിൽ നമ്മൾ ആരോഗ്യത്തിനെ നോക്കിയിരുന്നത്, ആധുനിക കാലത്ത് എപ്രകാരത്തിൽ അതിനെ നോക്കിക്കാണുന്നു. അപ്പോൾ ഇത് വളരെയേറെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇതിൽ മറ്റ് പലതരത്തിലുള്ള മനുഷ്യന്റെ വിശ്വാസ പ്രമാണങ്ങൾ എങ്ങനെ ഇഴചേർന്നിരിക്കുന്നു തുടങ്ങിയ ഒരുപാട് സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളാണ് നമുക്ക് അറിയേണ്ടതുള്ളത്. അപ്പോൾ ഏതായാലും ഏറ്റവും ആദരവോടുകൂടി മാമിനെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം, സ്വാഗതം. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഭൂമിയിൽ നിൽക്കുമ്പോൾ അവന് സ്വാസ്ഥ്യം എന്ന് പറയുന്ന ഒരു സംഗതി വളരെയേറെ വേണ്ട ഒന്നാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ഒരു പടിവാതിലിൽ നിൽക്കുകയാണ്. അപ്പോൾ മാനസികമായിട്ടുള്ള ഒരു തലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാം. അപ്പോൾ ശാരീരികമായിട്ടുള്ള ഒരു സ്ഥിരത അല്ലെങ്കിൽ ഒരു സ്ഥായി ആയിട്ടുള്ളൊരു ഭാവം, ഒരു സ്വാസ്ഥ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തരത്തിൽ മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എപ്രകാരത്തിലാണ് മാഡത്തിൻ്റെ ഈ പറയുന്ന ചികിത്സാ സപര്യകളിൽ ഭൗതികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള കാര്യങ്ങളെ സന്നിവേശിപ്പിക്കുന്നത്? ആദ്യം തന്നെ ആയുർവേദം എന്ന് പറയുമ്പോൾ, ആയുർവേദ ശാസ്ത്രപ്രകാരം ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ശരീരം മാത്രമല്ല. ആ ഒരു ശരീരത്തിൽ മനസ്സ്, ശരീരം, ബിയോണ്ട് ദാറ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. ഡിവൈൻ എന്ന് വിളിക്കാം, സ്പിരിച്വാലിറ്റി എന്ന് പറയാം, ആത്മാവ് എന്ന് പറയാം. ഏത് പേരിട്ട് വിളിച്ചാലും ഒരു നമ്മൾ കാണുന്ന ശരീരത്തിനപ്പുറം, മനസ്സിനും അപ്പുറം വേറൊരു തലം കൂടി, ഇഡിയോപ്പതിക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് സയന്റിഫിക് ആയിട്ട് പറയുമ്പോൾ നമുക്കൊരു അൺനോൺ ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് പറയാം. എന്ത് തന്നെ ആയാലും ഈ 3 തലങ്ങളും കൂടിയതാണ് ഒരു മനുഷ്യൻ. ഈ 3 തലങ്ങളും ചേർന്നിട്ടുള്ള ഒരു മനുഷ്യൻ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ ആ സൊസൈറ്റി കൂടി ചേർന്നാല് ശരീരം, മനസ്സ്, ആത്മാവ്, ഇന്ദ്രിയങ്ങൾ, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി, ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു പൂർണ്ണത ഉള്ളത്. ഇതിൽ ഏത് തലത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായാലും നമ്മളെ ബാധിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു യുദ്ധം വരുമ്പോൾ അത് സൊസൈറ്റിയിലാണ്, നമ്മുടെ സോഷ്യൽ ഇതിലാണ്. അത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, അതിനെല്ലാം നമുക്കൊരു ഭരണ സംവിധാനം ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിൽ വരുന്ന ഒരു അസ്വസ്ഥത പോലും നമ്മളെ ഒരു മനുഷ്യനെ ബാധിക്കുന്നു. അപ്പൊ ഇതെങ്ങനെയെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കോടാനുകോടി സെല്ലുകൾ, ഈ സെല്ലുകളിൽ ഉള്ള ജീവൻ എന്ന ബോധം, ഇതെല്ലാം കൂടി ചേർത്ത് നിർത്തുന്ന ഒരൊറ്റ സംവിധാനമാണ്. ഈ സംവിധാനം പോലെ തന്നെയാണ് പുറമേ ഉള്ളതും. കോടാനുകോടി മനുഷ്യര്, അതിന് ചുറ്റുമുള്ള എൻവിറോൺമെന്റ്, നമ്മൾ സെല്ലുലാർ എൻവിറോൺമെന്റ് എന്ന് പറയുന്ന പോലെ നമ്മളെ ബോഡിയിൽ ഉള്ള ആ ഒരു എൻവിറോൺമെന്റ് ശരീരത്തിന് ആവശ്യമാണ്. എപ്രകാരമാണോ നമ്മുടെ ശരീരം ഉള്ളത്, അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചം. എന്നുവെച്ചാല് സൂഫി കൺസെപ്റ്റില് നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.
ഹ്യൂമൻ ബോഡി വലിയ ലോകവും നമ്മൾ കാണുന്ന മറ്റേ പ്രപഞ്ചം ചെറിയ ലോകവുമാണ്. കാരണം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഒരു ഹ്യൂമൻ മൈൻഡിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും വിശാലത ഇതിനുണ്ട്. ഈ വിശാലത നമ്മൾ എവിടെയാണ് കാണുന്നത്? നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ ആയുർവേദത്തിന്റെ കൺസെപ്റ്റിൽ പറയുമ്പോൾ ആകാശം എന്നൊരു കൺസെപ്റ്റ് എന്ന് നമുക്ക് അത് നമ്മൾ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് അനുഭവിച്ചറിയുന്നത് വരെ അതിനെ നമുക്ക് കൺസെപ്റ്റ് എന്ന് പറയാം. അനുഭവിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ തലത്തിലേക്ക് വരികയും അതൊരു ഫിലോസഫിക്ക് അപ്പുറം നമ്മൾ അത് ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് കൺസെപ്റ്റ് അല്ല. അപ്പൊ ഈ ആകാശം എന്ന് പറയുന്നത് സ്പേസ് എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ മേലോട്ട് നോക്കുമ്പോൾ കാണുന്ന ആകാശം ഒരു സ്പേസ് ആണ്. ആ സ്പേസിലാണ് എല്ലാം ഉള്ളത്. ഒരു ഉരുണ്ട ഗോളം നമ്മളിങ്ങനെ അതിൽ പാറി നടക്കുന്ന പോലെയാണ്. നമ്മളിപ്പോ വിചാരിക്കുന്ന പോലെ ഈ സ്റ്റെബിലിറ്റി അതിനില്ല. ഇതുപോലെ ഓരോ സെല്ലിനും ഒരു സ്പേസ് ഉണ്ട്. അങ്ങനെ കോടാനുകോടി സെല്ലുകളെ നമ്മൾ ഒന്നിച്ച് നിർത്തുകയാണ്. ഈ നിർത്തുന്ന പവർ എന്താണെന്നുള്ളതിനാണ് പ്രസക്തി. അതിനെയാണ് നമ്മൾ ഈ ഇഡിയോപ്പതിക്കായിട്ട് ഇഡിയോപ്പതിക്കുന്ന ഒരു ലാംഗ്വേജിലും ഡിവിനിറ്റിന്നോ വേറെന്തെങ്കിലും ആത്മാവ്, സോള്, അല്ലെങ്കിൽ ഇനി അതിനും അപ്പുറം എന്ന് പറഞ്ഞ് അറ്റമില്ലാത്ത ക്വസ്റ്റ്യങ്ങളിലൂടെ പോകുന്നത്. ഈ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നത് ഇതിനുള്ളിൽ തന്നെയാണ്. എന്ത് പേര് വിളിച്ചാലും ആ ഇന്നർ കോർ, ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ മെയിലായാലും ഫീമെയിലായാലും ഇന്നർ കോർ മെയിൽ, നോട്ട് മെയിൽ ഓർ ഫീമെയിൽ, അതൊരു കുപ്പായം പോലെയാണ്. അപ്പൊ ആ ഇന്നർ കോറിലാണ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ളത്. നമ്മൾ പറയുന്ന ആത്മാവിന്റെ തലത്തിൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ അങ്ങനെ ഒരു തലം എന്ന് പറഞ്ഞ് വേർതിരിക്കുന്നത് നമുക്കതുണ്ടോ ഇല്ലേ എന്നുള്ള ഡൗട്ട് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഏതൊരു കാര്യവും മനസ്സിലാവുന്നത് വരെ അതിനൊരു അൺനോൺ നേച്ചർ ഉണ്ട്. മനസ്സിലായി കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ എല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോണുകൾ ഇതിന്റെ യുഗത്തിലാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ശാസ്ത്രീയത മനസ്സിലായതുകൊണ്ട് മാത്രം നമുക്കത് സയൻസ് ആണെന്ന് പറയുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിലോ നമ്മളതിനെ സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കും. ഒരു ഇതൊന്നും അറിയാതെ വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ഒരു പണ്ടെങ്ങോ മരിച്ചുപോയ ഒരാള് പെട്ടെന്ന് എണീറ്റ് വരികയാണ്. അപ്പൊ നമ്മളിങ്ങനെ ഒരു സാധനം കാണിച്ചു കൊടുത്തിട്ട് ഇത് ഒരു എന്താ പറയാ, നമ്മള് വല്ല മന്ത്രം ചെയ്ത് ജപിച്ചിട്ടുള്ള ഒരു സാധനമാണ്, ഒരു ചതുരം. ഇതിൽ നിങ്ങൾക്ക് എല്ലാം കാണാം. അയാൾക്ക് അതിന്റെ വേറൊന്നും അറിയാത്തോണ്ട് നമ്മൾ പറഞ്ഞ പോലെ അത് പിന്നെ സ്പിരിച്വൽ ബേസിലുള്ളതെന്ന് പറയും. ഇതിനറിയുന്നോണ്ട് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ തലത്തിലേക്ക് വരുമ്പോൾ അതിനെ നമ്മൾ സയൻസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ സൊസൈറ്റി, പിന്നെ ബോഡി, മൈൻഡ്, ഇതിന്റെ എല്ലാം കൂടിയുള്ള എല്ലാ തലത്തിലുള്ള സ്വസ്ഥത കൊണ്ട് മാത്രമാണ് ഒരു പേഴ്സണ് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റൂ. അപ്പൊ നമ്മള് ശരീരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിസിബിൾ ബോഡി, ഫിസിക്കാലിറ്റി, ഫിസിക്കൽ റിയാലിറ്റി. ഇതിനപ്പുറം മൈൻഡിന് നമ്മൾ പലപ്പോഴും നമ്മൾ വിളിക്കുന്ന സാധനം പഞ്ചേന്ദ്രിയങ്ങളെയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുതരുന്ന അറിവ് എങ്ങനെയാണോ അനലൈസ് ചെയ്യുന്നത്, ആ അനലൈസിസ് ഒരു കണ്ണാടിയിൽ എന്ന പോലെ പുറമേ കാണുന്നതിനെയാണ്, മീൻസ് ഒരു കണ്ണാടി ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് ഈ അറിവുകൾ വരുന്നത് അതിവിടെ പ്രതിഫലിക്കുന്നത്, അതിനെയാണ് നമ്മൾ മനസ്സെന്ന് വിളിക്കുന്നത്. പക്ഷെ ഈ കണ്ണാടിക്ക് അപ്പുറം ഒരു ഭാഗമുണ്ട്, അതാണ് വലിയ ലോകം. ആ വലിയ ലോകത്തില് സ്പേസിലാണ് ഈ കോടാനുകോടി നക്ഷത്രങ്ങളെയും അതിനെ പറ്റിയുള്ള പഠനങ്ങളും എല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നത്. ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റിൽ ഇതിനെ ന്യൂറോ സയൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടും നമ്മളെ ന്യൂറൽ നെറ്റ്വർക്കും പിന്നെ പ്രാപഞ്ചികമായിട്ടുള്ള പിന്നെ ഈ ഹെവൻലി ബോഡീസ് ഒക്കെ ഇതായിട്ട് കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. എങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ അറിവുകൾ വെച്ച് അനലൈസ് ചെയ്തിട്ട് ഈ പഞ്ചേന്ദ്രിയങ്ങൾ തരുന്ന അറിവിനെ നമ്മൾ മനനം ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിയായുള്ള ഒരു ഉത്തരം കിട്ടുന്നത്. നമ്മൾ പറയാറുണ്ട്, ആസ് ഇസ് ദ ഹ്യൂമൻ ബോഡി സോ ഇസ് ദ കോസ്മിക് ബോഡി, ആസ് ഇസ് ദ ഹ്യൂമൻ മൈൻഡ് സോ ഇസ് ദ കോസ്മിക് മൈൻഡ്, ആസ് ഇസ് ദ മൈക്രോകോസം സോ ഇസ് ദ മൈക്രോകോസം. മാം പറയുന്നത് ഇപ്പൊ നമ്മുടെ ഈ പുറത്ത് കാണുന്ന മൈക്രോകോസത്തിനേക്കാൾ വലുതാണ് നമ്മുടെ ഉള്ളിലാണ് ശരിക്കും മൈക്രോകോസം എന്നും നമ്മൾ പുറത്ത് കാണുന്നത് മൈക്രോകോസം എന്നാണ് മാം ഇപ്പൊ പറഞ്ഞത്. അത് സൂഫി പരമ്പരയിലുള്ള വിശ്വാസം. സൂഫി വിശ്വാസം എന്ന് നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ബോധ്യമുള്ളതിന് നമുക്ക് അവയർനെസ് എന്നാ പറയുന്നത്. അത് നമ്മള് ബോധ്യമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ വിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പില്ലാത്തതിനെയാണ് നമ്മൾ വിശ്വസിക്കുക. ആദ്യം നമ്മൾ ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ചിട്ട് തുടങ്ങും, അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാതെ തുടങ്ങും, എന്നിട്ട് സത്യത്തിലേക്ക് എത്തുമ്പോഴത് ബോധ്യമാവും. എന്തുവേണേലും പറയാം, സൂഫി വിശ്വാസം എന്നുള്ളതിനേക്കാൾ ഉപരി എന്നെ സംബന്ധിച്ച് ബോധ്യമാണ്. ഇപ്പൊ നമ്മളിപ്പോ
എനിക്ക് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് കൈകളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയില്ല. അതെ 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 അതെ. പക്ഷെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു എന്നാ പറയാ. അപ്പൊ സൂഫികളുടെ ഈ ഒരു വേളിംഗ് ഡാൻസ് എന്ന് പറയുന്നത് അത് ആ ഇന്നർ കോറിലേക്ക് പോകുന്നു. അപ്പം നമ്മൾ ഈ ശരിക്കും പറയുന്ന മൈക്രോയിൽ നിന്ന് മാക്രോയിലേക്ക് പോകുന്നതാണ് എന്നാണ് മാഡം പറഞ്ഞു വരുന്നത്. അങ്ങനെ അപ്പൊ ഇതിപ്പോ ഡാൻസ് എന്ന് പറയുമ്പോ ഇപ്പൊ സൂഫികളുടെ ആയി വേറെ ഏതെങ്കിലും തലത്തിലായി. ഇപ്പൊ നമ്മള് ഇന്ത്യൻ കൾച്ചറിലുള്ള ഡാൻസസ് ഇതിലെല്ലാം അവരൊരു ലയത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇത് അതുപോലെ ഒരു ലയം എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കേണ്ടത്. ഇതൊക്കെ അതിന്റെ ഫിസിക്കൽ റിയാലിറ്റിയാണ്, ഫിസിക്കാലിറ്റിയാണ്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഇതിന് 4 തലങ്ങളുണ്ട്. ഈ ഇസ്ലാമിക്കായി ഏത് തന്നെയായി, ഇസ്ലാമിക് എന്ന് പറയുമ്പോൾ അറബിയിൽ പറയുമ്പോൾ അതൊരു ഇസ്ലാമിക് തലത്തിൽ എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റുള്ളതിന്റെ ഏത് ആബ്സല്യൂട്ട് ട്രൂത്തിലേക്ക് എത്താൻ ഇത് തന്നെയാണ് പടികൾ. അത് 4 പടികളായിട്ടാണ് പറയുന്നത്. ഒന്ന് ശരീഅത്ത്, 2 തരീഖത്ത്, ഹഖീഖത്ത്, മഅരിഫത്ത്. അപ്പൊ അതില് ശരീഅത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ ഫിസിക്കൽ റിയാലിറ്റി നമ്മൾ എങ്ങനെ കൊണ്ട് നടക്കണം. നമ്മൾ ട്രീറ്റ്മെന്റിലാണെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം, പിന്നെ വിശക്കുമ്പോഴേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, ഇന്ന രീതിയിൽ ഭക്ഷണം കഴിക്കണം, ഇന്ന രീതിയിൽ പാചകം ചെയ്യണം, ഇതുപോലെയുള്ള കുറെ നടപടിക്രമങ്ങൾ ഹെൽത്തിന് വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ഇനി അടുത്തൊരു തലത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ശരീഅത്ത്. അപ്പൊ ഇത് ശരീഅത്ത് എന്ന് പറയുന്നത് ഇത് ഉറച്ചു കഴിഞ്ഞാലാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ റിച്വൽസ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ സൂഫികളുടെ ശരീഅത്താണ് ഒരു കണക്കിൽ പറയുമ്പോൾ ഈ വേളി. അതിന് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല. അത് വിശ്വാസമോ അല്ലെങ്കിൽ അവയർനെസ്സോ ആയിട്ട് കാര്യമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞില്ല, ഒരു മെത്തേഡാണ്. നമ്മളിപ്പോ മറ്റ് ഇതില് നമ്മള് നിസ്കാരം, നോമ്പ്, തലയിൽ തട്ടിടണം, ഒരുപാട് കർമ്മശാസ്ത്രങ്ങളും ഇന്നത് നിയമങ്ങളുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്ന എന്തിനാണ്? പഞ്ചേന്ദ്രിയങ്ങളെ അതിന്റെ നിലക്ക് നിർത്താനും അതിനെ ഉള്ളിലേക്ക് വലിക്കാനും. ഇപ്പൊ നമ്മളിപ്പോ എല്ലാത്തിലും അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അപ്പൊ അതാണ് ശരീഅത്ത് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പിന്നെ ആയുർവേദത്തിന്റെ ശരീഅത്തിന് പകരം ഞാൻ ഈ ഒരു ലെവലിലായതുകൊണ്ട് മീൻസ് എല്ലാ കാര്യങ്ങളും രണ്ടും ഇങ്ങനെ അതുപോലെ അല്ല, അത് പഥ്യം പോലെ അല്ല, ഇത് നമ്മൾ നടപടിക്രമമാണ്. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ആദ്യമേ ചാടി കയറിയിട്ട് ഞാൻ വലിയ ആളാണ്, ഞാൻ ഔലിയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരിക്കലും. അതുപോലെ തന്നെ എനിക്ക് പിന്നെ എന്റെ ബോഡിയിൽ എന്തൊക്കെ നടക്കുന്നത്, ഞാൻ ഡോക്ടറാണ് അതുകൊണ്ട് എനിക്ക് എല്ലാം അറിയാം എന്ന് വെച്ചിട്ട് നമ്മളിത് തിരസ്കരിക്കാൻ പറ്റില്ല. അപ്പൊ അതേപോലെ അതാണ് ഫസ്റ്റ് ശരീഅത്തിന്റെ പോലെയാണ് ഈ ചിട്ടകള്. ഈ ചിട്ടകൾ കറക്റ്റ് ആയി കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും സ്വാഭാവികമായിട്ടും, ഞാൻ എന്തിനിത് ചെയ്യുന്നു? അപ്പോഴാണ് അത് തരീഖത്ത് എന്ന് പറയുന്ന പോലെ വഴി അന്വേഷിക്കുകയാണ്. എന്താണ് ഇതെങ്ങനെയാണ്, എന്താണ് ഇത്? അന്വേഷണത്തിന്റെ ഇടയിൽ ചിലര് നമ്മൾ ഇതെല്ലാം വിടുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. മീൻസ് ഈ റിച്വൽസ് വേണ്ട, അതൊരു തരം അഹങ്കാരത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അങ്ങനെയല്ല, അതിനൊരു ഗുരു ഉണ്ടെങ്കിൽ ഈ ഗുരു വഴിയിൽ ഇത് ഒന്നൊന്നായിട്ട് നമുക്ക് പഠിച്ചു പോവാൻ പറ്റും. അപ്പൊ അത് ഓരോ ആളുകൾക്കും ഓരോ തരത്തിലാവും. നമ്മൾ പറയില്ലേ കോടാനുകോടി മനുഷ്യരുണ്ട്. ഈ മനുഷ്യരെ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? മുഖം വെച്ചിട്ട്, മുഖത്തിന്റെ ഷേപ്പ് വെച്ചിട്ട്. പക്ഷെ ആ മനുഷ്യന് എന്റെ മുഖം എന്താണെന്ന് കണ്ണാടിയില്ലെങ്കിൽ എനിക്കറിയില്ല. നിങ്ങൾ പക്ഷെ എന്നെ കാണുന്നത് ഈ ഐഡന്റിറ്റി വെച്ചിട്ടാണ്. അപ്പൊ ആ ഐഡന്റിറ്റിയാണ് ഗുരു നമുക്ക് തരുന്നത്. നമ്മൾ എന്താണെന്നാണ് ഗുരു കാണിച്ചു തരുന്നത്. ഗുരു മിററാണ്, മിറർ പോലെ. അപ്പോ ഞാൻ നോക്കിയാൽ എന്നെയും വേറെ ആൾ നോക്കിയാൽ വേറെ ആളെയാണ് കാണുന്നത്. അപ്പൊ അവർക്ക് വേണ്ട രീതിയിലാണ് ഗുരു നയിക്കുന്നത്. അതിന്റെ ഒരു പാതയാണ് ശരീഅത്ത് കഴിഞ്ഞ് തരീഖത്ത് എന്ന് പറയുന്നത്, ഈ പാത. ഇത് കഴിഞ്ഞ് നമ്മളിത് എത്തിപ്പെടുന്ന ഒരു സ്റ്റേജാണ് ഹഖീഖത്ത്. പിന്നെ മഅരിഫത്ത് എന്ന് പറയുമ്പോൾ നമ്മളതപ്പോ ഹഖീഖത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി ഇതൊക്കെ നമുക്ക് അറിഞ്ഞ സ്റ്റേജിലെത്തിയത്. നമ്മൾ വെച്ചാൽ നമ്മളടുത്ത് ഡോക്യുമെന്റ്സ് ഉണ്ട്, ഈ ഭൂമി എന്റേതാണെന്ന്. പക്ഷെ ഭൂമി ഞാൻ കണ്ടിട്ടില്ല, എവിടെയാണെന്നും അറിയില്ല. ഡോക്യുമെന്റ്സിലെല്ലാം ഉണ്ട്, എനിക്കെല്ലാം അറിയാം. അപ്പോഴേക്കും ഞാൻ ആചാര്യൻ പോലെ എല്ലാ ബുക്ക് വായിച്ചു, തസ്വീറുകൾ വായിച്ചു, എല്ലാം ആയി. ഇതേ സംഭവം തന്നെയാണ് ഇതിലും നടക്കുന്നത്. എന്നുവെച്ചാല് ആയുർവേദം എന്ന് പറയുമ്പോൾ ആയുർവേദത്തിൽ നടക്കുന്ന ഇതേ സംഭവമാണ്. എന്താന്ന് വെച്ചാല് ഇതിങ്ങനെ ഒരു ഗ്രന്ഥം വഴി, ഗുരു വഴി ഇങ്ങനെ വരുന്നൊരു കാലത്തുണ്ട്. പക്ഷെ ഇതിന്റെ ഈ അന്വേഷണങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഇന്നാണ്. അപ്പൊ ഇന്നുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു തലത്തിൽ എത്തുന്നത്. ഇത് ഈ തലത്തിൽ എത്തിക്കഴിഞ്ഞത് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ മഅരിഫത്തിലേക്ക് എത്തുന്നത്, അതിന്റെ ലാസ്റ്റ് സ്റ്റേജ്. അപ്പോൾ നമ്മള്
ആ ഒരു സ്റ്റേജിൽ എത്തുന്നത്. ഞാനത് വായിച്ചിട്ടുണ്ട്, മനോഹരമായ ഒരു പൂന്തോട്ടം, ആ പൂന്തോട്ടത്തിന് പുറത്തുള്ള ഇരുമ്പ് വേലി, അതിനുശേഷം നമ്മള് ചെടികളെ കാണുന്നു, ചെടികളിൽ പൂക്കളെ കാണുന്നു, പൂക്കളിലുള്ള സുഗന്ധം കാണുന്നു, അല്ലെങ്കിൽ അതിനകത്തുള്ള ആ ഒരു തേനിനെ നമ്മൾ അറിയുന്നു. അപ്പൊ ഇതാണോ മാഡം പറയുന്നത്? അതുപോലെ തന്നെയാണ്.